ഇതിൽ രണ്ടാം ഭൂസമരം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുനമ്പത്തെ രണ്ടാം ഭൂസമരം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ സമരം മാറുന്നത്. ഈ അമ്മ 230ഓളം ദിവസം ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. രജിസ്റ്ററിൽ നിന്ന് ഞങ്ങളുടെ പേര് നീക്കിയിട്ടില്ല. ഞങ്ങളുടെ പേര് വക്കപ്പ് രജിസ്റ്ററിൽ നിന്ന് നീക്കാതെ ഉള്ള ഒരു കരകടക്ക് മാത്രമാണ് താൽക്കാലികമായ ഒരു കരകടക്കിന് ഞങ്ങൾ അംഗീകരിക്കണില്ല. ഞങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇത്രത്തോളം കടലിടി കൊണ്ട് കടലിൽ കിടന്ന് ഒഴുകി ഒരു കര കാണാൻ കൊതിച്ചവരാണ് ഞങ്ങൾ. ഒരു കര ഈ പ്രദേശത്ത് ഒരു കര കാണാൻ കൊതിച്ചവരാണ്. കടലങ്ങാട് ഒഴുക്കും, അവിടെ നിന്ന് ഇങ്ങാട് ഒഴുക്കും. അത്രയും കഷ്ടതയിലൂടെ ഞങ്ങൾ നേടിയെടുത്ത് ഞങ്ങളുടെ കാരണന്മാരും 2-3 തലമുറകൾ കഴിയണവരെ എത്ര കഷ്ടത അനുഭവിച്ചിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് പോയില്ല. കര അടക്കാൻ മാത്രം കൊണ്ട് കാര്യമായില്ല. 3 കോടതികളിലും കേസ് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വക്കപ്പ് നിയമം ഞങ്ങളിൽ നിന്ന് നീങ്ങണം. ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നുള്ള വക്കപ്പ് ആസ്തി പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ പേര് നീക്കണം. അവർ വിടണം. അത് ഹൈക്കോടതി ഞങ്ങൾക്ക് വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഈ ഭൂമി മാറ്റാതെ സമരം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ തുടരുന്നു. അതായത് ഭൂസംരക്ഷണ സമിതി എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് രണ്ടാം ഭൂസംരക്ഷണ സമിതിയുടെ സമരം ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ബദൽ സമരം ആരംഭിച്ചിട്ടുള്ള ഈ വിഭാഗം പറയുന്നത്. അവര് വഖഫ് രജിസ്ട്രിയിൽ നിന്ന് ഭൂമിയുടെ പേര് മാറ്റണം, ഒപ്പം റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. അത് കേവലം കരമടച്ചുകൊണ്ടുള്ള ഒരു അധികാരം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ഭൂമിയുടെ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെല്ലാം ഞങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരത്തെ സമരപ്പന്തൽ ഇരുന്ന അടുത്തിന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു സമരപ്പന്തൽ ഉയർന്നിരിക്കുന്നത്. അതിലൊരു രാഷ്ട്രീയ മാനം ഇല്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഇത് BJP സ്പോൺസേർഡ് സമരം എന്ന ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഈ കടലിന്റെ ഭാഗമായി ജനിച്ച ആളുകളാണ്, ഇവിടത്തെ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിൽ മുനമ്പം ഭൂസമരം തുടരുമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.